എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം, റിയാലിറ്റി ഷോയിലൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന ഒരു ജിനോ, വൈഫ് തനുജ. കുറച്ച് കാലം മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടുപേരും രണ്ടുപേരും വേർപിരിഞ്ഞു എന്നല്ല പറയേണ്ടത്. ജിനോ മറ്റൊരു പെണ്ണിനെ തേടി പോയി, കുടുംബത്തിൽ നിന്ന് തനുജയും മോളും ഒറ്റപ്പെട്ടു. ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. സോഷ്യൽ മീഡിയയിൽ പലർക്കും ഒരുപാട് കണ്ടന്റുകൾ വാരിക്കോരി കൊടുത്തുകൊണ്ട് അവർ അങ്ങനെ ഒരു സംഭവം നടത്തി. അതിനുശേഷം തനുജയുടെ മോളുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഇങ്ങോര് വേർപിരിഞ്ഞ് പോയത്. അപ്പോൾ അതിനുശേഷം തനുജ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു ഈ അമ്മയും കുഞ്ഞിനെയും. അങ്ങനെ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ലൈവിൽ വന്നിട്ട് ആത്മഹത്യ പ്രവണത കാണിക്കുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തനുജയുടെ വിവരം എന്താണെന്ന് അറിയില്ല. കുഴപ്പമൊന്നും കൂടാതെ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പണ്ട് കാലത്തൊക്കെ ഈ പെൺകുട്ടികൾ എന്നും ഒരു അധികപ്പറ്റായിരുന്നു കുടുംബങ്ങളിൽ. ചായക്കപ്പുകളായിട്ട് നിന്ന് തോറ്റ ഒരു കാലം, കുറച്ച് കാലം മുന്നേ വരെ ഈ പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ചായ കുടിച്ച് ചെറുക്കനെ കൂട്ടിട്ട് അങ്ങോട്ട് പോയി, പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ആണ് അവർ പോകുന്നത്. ആ പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ ആ പിന്നെ പറച്ചിലുണ്ടായില്ലെങ്കിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ മുഷിഞ്ഞ വാക്കുകളും വീട്ടുകാർക്ക് തന്നെ മടുപ്പാവും. കാരണം പലരുടെയും മുന്നിൽ ഇറക്കി നിർത്തി മേക്കപ്പ് ചെയ്ത് ചായക്കപ്പം പിടിപ്പിച്ച് മിച്ചറും കൊക്കോടിയും ഒക്കെ വെച്ചിട്ട്, അപ്പോൾ അതിനൊരു കാലം മാറ്റം ഈ കുറച്ച് കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ. ആൺകുട്ടികൾ കാലചക്രം തിരിച്ചു വന്നപ്പോഴേ ആൺകുട്ടികളൊക്കെ നോക്കുകുത്തികളായിട്ട് ഇപ്പോൾ നിന്നു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മിടുക്കന്മാർ കുറച്ച് ആൺകുട്ടികൾ എങ്ങനെയെന്ന് വെച്ചാൽ നാടും ദൂരവും ഒന്നും കണക്കാക്കാണ്ട് പെൺകുട്ടികളെ വലയിൽപ്പെടുത്തി കൊണ്ടുപോരുന്നവരുണ്ട്. ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ അന്തം വിട്ടു പോകാറുണ്ട് ഈ പെൺകുട്ടികളുടെ ഒരു മനോധൈര്യത്തെ ഓർത്തിട്ട്. അത്ര കണ്ട ദൂരത്തു നിന്നാണ് ഇവർ എല്ലാം ഉപേക്ഷിച്ച് പയ്യൻ്റെ കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോരുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഈ നാട് നല്ലതായതുകൊണ്ട്, ഈ നാട്ടുകാരും നല്ലതായതുകൊണ്ട് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആൺകുട്ടികൾക്ക് ഇന്ന് പെണ്ണുണ്ട്. അല്ലാതെ മാനമര്യാദയ്ക്ക് കുടുംബത്തിൽ നിൽക്കുന്ന ആൺകുട്ടികൾക്കൊന്നും ഇന്ന് പെണ്ണ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കുടുംബജീവിതം അത് വീട്ടുകാരെല്ലാം കൂടി തീരുമാനിച്ച് നടക്കുന്നതാണെങ്കിലും ഇതുപോലെ ഓടിയിറങ്ങി പോരുന്ന ഒരു ആണെങ്കിൽ പോലും പരമാവധി രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന, രണ്ട് സമൂഹങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. അവരുടെ ആശയങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. പരസ്പരം ഫോണിൽ കൂടിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് തേനേപ്പാലെ എന്നൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം നടന്ന് അവർ ഒന്നകന്നിടം വരെയൊക്കെ ഓക്കെയാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാലും കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാവുള്ളൂ എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് പോലെ എപ്പോഴാണ് കല്ലുകടി അനുഭവപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഓടിപ്പോകുന്ന കേസുകളാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഇടപെട്ട് പ്രശ്നങ്ങളെ സമാധാനപരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ ചില ബന്ധങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതൊന്നും നടപ്പാകാതെ വന്നിട്ടുണ്ട്. കൊലപാതകവും ആത്മഹത്യയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, പറ്റില്ല എന്ന് തോന്നിയാൽ അപ്പോൾ അവിടെ അവസാനിപ്പിക്കുക, ഫുൾ സ്റ്റോപ്പ് ഇടുക അവിടെ. പിന്നെ ഒരു ആലോചനയും കാര്യങ്ങളും ഒന്നും ആരെക്കൊണ്ടും നടത്തിക്കാതിരിക്കുകയാണ് നല്ലത്. പെൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി, ആൺകുട്ടിയായാലും ഒരു തീരുമാനം, എനിക്കത് പറ്റില്ല, ആളെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്ന് കണ്ടാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം.
അല്ല, അവർ തന്നെ വിചാരിക്കുകയാണ് എൻ്റെ പങ്കാളിയെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം ഞാൻ. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അത് സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് രണ്ട് കൂട്ടരും വിചാരിക്കുകയാണെങ്കിൽ ആ ബന്ധം വലിയ കുഴപ്പം കൂടാതെ അങ്ങോട്ട് പോകും. ഈ പരസ്പരം പറ്റാതെ വരുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത് കാലങ്ങൾ അങ്ങോട്ട് മായ്ച്ച് അവർ സുഖമായിട്ട് ജീവിച്ചു പോകും. ഇവിടെ ഈ തനുജയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, തനുജയ്ക്ക് അല്പം ഓവർ തടിയുണ്ട്. അതാണ് ഭർത്താവിന് പറ്റാതെ വന്നതെന്ന് തോന്നുന്നു. ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും ഈ ഫീൽഡല്ലേ, അപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനത്താന്ന്. ഒരു പെൺകുട്ടീനെ കണ്ടെത്തി, അവൾ ഇത്തിരി നല്ല സുന്ദരിയാണ് എന്ന് തോന്നി, ഇവളെ മാറ്റി നിർത്തി ആ കുട്ടിയുടെ കൂടെ പോയി. അപ്പോൾ ഇങ്ങനെ പോയ സ്ഥിതിക്ക് ഇപ്പോൾ തനുജ വിചാരിക്കണം, എന്നെ ഇട്ടിട്ട് പോയതല്ലേ, എന്നെ വേണ്ടാതെ പോയതാ, അപ്പോൾ തന്നെ അതവിടെ അവസാനിപ്പിക്കണം. ഈ വേണ്ടാതെ പോയ ഒരാളെ ഫോളോ ചെയ്യാനോ, അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ പങ്കാളി മരണപ്പെട്ടു, അതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയി, നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം മുന്നോട്ട് ജീവിക്കാൻ. തനുജയ്ക്കൊരു മോളുണ്ട്, മിടുക്കിയായി കുട്ടിയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തനുജ. അപ്പോൾ ആ ചാനലൊക്കെ നോക്കി കുറേ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ തനുജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും മര്യാദയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് ജീവിച്ച് പോയാൽ മതി കുട്ടീനെ കൂട്ടിയിട്ട്. പക്ഷേ തനുജയുടെ 2 സബ്സ്ക്രൈബേഴ്സായ ലേഡീസിനെ കോണ്ടാക്ട് ചെയ്യുകയും സംസാരിക്കുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചു. ആ വോയിസ് എല്ലാം പെൺകുട്ടികൾ പുറത്തു വിട്ടു. തനുജയ്ക്കത് ഭയങ്കര ഷോക്കായി പോയി. അങ്ങനെ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് തനുജ മറ്റൊരു ഒരു യൂട്യൂബറുണ്ടല്ലോ, ഒരു താത്ത, അദ്ദേഹമായിട്ട് ആ സ്ത്രീയായിട്ട് ആ ലേഡിയായിട്ടും ഇതുപോലെ ആദ്യമൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നീട് എവിടെയോ ഇവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കൂടി ഭയങ്കര ചീത്തവിളിയായിരുന്നു. അതങ്ങോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് വീണ്ടും 2 ലേഡീസായിട്ട് സംസാരിക്കുന്ന വോയിസ് എല്ലാം പുറത്തു വന്നെന്ന് പറഞ്ഞിട്ട് തനുജ ആകെ ലൈവിൽ വന്നിട്ട് കരഞ്ഞ് നിലവിളിച്ച്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, എങ്ങനെയായാലും ആ വലത്ത് കയ്യിൽ ആളിട്ടിരിക്കുന്ന ആ അങ്ങനെ നഖമൊക്കെ നീട്ടിയിട്ട് ആ ഇട്ടിരിക്കുന്ന ക്യൂടെക്സ്, അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയേ. അപ്പോൾ അങ്ങനെ ഉറക്ക ഗുളിക കഴിക്കുന്നു എന്നാണ്, കഴിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി എന്താണെന്ന് എനിക്കറിയാനായിട്ട് പറ്റിയിട്ടില്ല. അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാരം ഇതാണ്, നമ്മൾ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു പങ്കാളിയുണ്ട്. ആ പങ്കാളിക്ക് നമ്മളെ വേണ്ട എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ പങ്കാളി ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി എന്ന് വരികിൽ നമ്മളത് അംഗീകരിക്കണം, നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പിന്നെ തുടർന്നുള്ള നമ്മുടെ ജീവിതം. ആ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. എല്ലാവരെയും നമ്മൾ വിജയിപ്പിച്ച് കാണിക്കണം. നമ്മുടെ ജീവിതം വിജയിച്ചതായിട്ട് എല്ലാവരുടെയും മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം, തെളിയിച്ചു കൊടുക്കണം. അതിലാണ് ഒരു വ്യക്തിയുടെ സാമർത്ഥ്യം, വ്യക്തിയുടെ വിജയം എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ അത് തനുജയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ പറ്റാതെ വന്നപ്പോൾ കുട്ടി വല്ല കൗൺസിലിംഗ് നേടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. അപ്പോൾ വീണ്ടും ആ മോളുടെ അമ്മ തനുജ, അമ്മയും മോളും ഒത്തുചേർന്നുള്ള ഒരുപാട് വീഡിയോസൊക്കെ അവരുടെ ചാനലിൽ വരട്ടെ. അമ്മ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ. എല്ലാവിധ ആശംസകളും അവർക്ക് വേണ്ടി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട്